എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ചർച്ച ചെയ്ത പോലെ ഇൻറ്റേർണൽ മീഡിയാസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്റ്റേണൽ മീഡിയയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഇൻറ്റേർണൽ മീഡിയ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. Apart from communicating with external target audiences, PR plays a major role in internal communications. Internal communication is basically addressed to the employees within an organization. In order to achieve organizational goals and vision, it is critical to make employees know, understand and believe them so that can work towards the organization. അപ്പോൾ ഇൻറ്റേർണൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് എക്സ്റ്റേണലിലൂടെ നമ്മളൊരു ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് മാത്രം എത്തുമ്പോൾ ഇൻറ്റേർണൽ മീഡിയ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഓർഗനൈസേഷന് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടവരാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് എല്ലാവരെയും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻറ്റേർണൽ മീഡിയാസ് വർക്ക് ചെയ്യുന്നത്. Free flow of information from management to employees and employees to management is considered essential for the smooth conduct of an organization. It minimizes conflicts at all levels within the organization. Effective internal communication within the organization increase the satisfaction level of employees, leading to greater motivation and productivity. It is observed by management gurus that satisfied employees could be best public relations ambassadors of an organization. The following are some important tools to communicate to the employees within an organization, its internal public. അപ്പോൾ ഇൻറ്റേർണൽ പബ്ലിക് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാരാണ്. ജോലിക്കാരാവാം, ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അവരുടെ സബ് കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ള ഏജൻറ്റുമാരായിരിക്കാം, ഇവരിലെ കമ്പനിയിൽ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം, കമ്പനിയുടെ ലാഭത്തിൽ മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാവാം, ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാവാം. ഇവർക്കെല്ലാവർക്കും വ്യക്തമായിട്ടും കമ്പനിയുടെ ലാഭത്തിനു വേണ്ടി അല്ലെങ്കിൽ കമ്പനിയുടെ നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ഇവർ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് കമ്പനി പ്രൊഡക്റ്റീവ് ആയിക്കൊള്ളണം നിർബന്ധമില്ല. അപ്പോൾ മറ്റൊരു വിഭാഗം കൂടി ഇവരുടെ കൂടെ ചേരണം. ആ ചേരേണ്ട വിഭാഗമാണ് നമ്മൾ ഈ പറയുന്ന ഇൻറ്റേർണൽ പബ്ലിക് എന്ന് പറയുന്ന ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടീം, അതാണ് ഇൻറ്റേർണൽ. ആ ഇൻറ്റേർണൽ ടീമിനെ ഒരുമിച്ച് നിർത്താനും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിന് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻറ്റേർണൽ മീഡിയാസിനെ ഉപയോഗിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് ആ ഇൻറ്റേർണൽ മീഡിയാസ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രിൻ്റഡ് ലിറ്ററേച്ചർ, നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് പ്രിൻ്റ് ചെയ്ത് അവരിലേക്ക് എത്തിക്കുക. കമ്പനിയുടെ പുതിയ പോളിസി അല്ലെങ്കിൽ കമ്പനിയിൽ വരുത്താൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ, ലേബേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ഇൻറ്റേർണൽ പബ്ലിക്കിന് വേണ്ടി കൊണ്ടുവരുന്ന പുതിയ എന്തെങ്കിലും ഒരു മാറ്റം, അത് അവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിൻ്റഡ് ലിറ്ററേച്ചർ ഉപയോഗിക്കുന്നത്. എവറി ഓർഗനൈസേഷൻ, വെദർ ബിസിനസ് ഓർ സർവീസ്, കൊമേഴ്ഷ്യൽ ഓർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ്, നീഡ്സ് പബ്ലിസിറ്റി ലിറ്ററേച്ചർ ടു പ്രൊമോട്ട്സ് ഇറ്റ്സ് പ്രോഡക്ട്സ്, services or activities. These can take various formats like house journals, annual report, brochures, catalogs, booklets, leaflets, direct mail, etc. The basic objective of these all remain mostly to inform or persuade a target audience about a product, service or idea. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് വിശദീകരണം കൊടുക്കണമെന്ന് തോന്നുന്ന ഒരു ടോപ്പിക്കിൽ ആവശ്യമായിട്ടുള്ള പ്രിൻ്റഡ് അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ലിറ്റററി വർക്ക്, അതതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാവാം, അല്ലെങ്കിൽ എന്ത് പ്ലാനാണ് പുതിയതായിട്ട് നടപ്പിലാക്കാൻ പോകുന്നതെന്നാവാം, അല്ലെങ്കിൽ ഇതിനകത്തുള്ളവർക്ക് വേണ്ടി കൊണ്ടുവരുന്ന പുതിയൊരു സർവീസിനെ കുറിച്ചാവാം, അതേത് രീതിയിലാവാം. ചിലപ്പോൾ ഒരു ചെറിയ നോട്ടീസ് പോലെ ആവാം, ചിലപ്പോൾ ഒരു ബുക്ക്ലെറ്റ് പോലെ ആവാം, ചിലപ്പോൾ ആനുവൽ റിപ്പോർട്ട് പോലെ ആവാം.
ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് മെയിലായിരിക്കാം വരുന്നത്. അങ്ങനെയുള്ള രീതികളിലൂടെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്, ഇൻറ്റേർണൽ പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് പ്രിൻ്റഡ് ലിറ്ററേച്ചർ. സെക്കൻഡ് വൺ, അതിൽ തന്നെ അവരത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്, ആനുവൽ റിപ്പോർട്ട് എടുത്തു പറയാൻ. ദി ആനുവൽ റിപ്പോർട്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ ഈസ് യൂഷ്വലി ഡ്രാഫ്റ്റ് ബൈ ദ PR ഡിപ്പാർട്ട്മെൻറ്റ്. ദ റിപ്പോർട്ട് ഈസ് അക്കോർഡഡ് പബ്ലിസിറ്റി ആൻഡ് കവറേജ് ഇൻ ദി മീഡിയ. ദെൻ തേർഡ് അല്ല ഇവർ കൊടുത്തിരിക്കുന്നത്, ഫോർത്ത് എന്നാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്, വെട്ടിയിട്ട് 3 എന്നാക്കുക. അഗെയിൻ പ്രിൻ്റഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. The PR department occasionally publishes brochures, posters, stickers and other materials for public distribution. The relevance, contribution, achievements and other details of an organization can be easily communicated to the public. പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങളുമായിട്ട് ഈ കമ്പനിയുടെ അച്ചീവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ, ഈ കമ്പനിയുടെ പുതിയ പ്രോഡക്ട്സിനെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പ്രിൻ്റഡ് വർക്കും ഉണ്ട്. ഡയറക്റ്റ് മെയിൽ നേരത്തേൽ പറഞ്ഞിരുന്നു. അത് നേരത്തേൽ പറഞ്ഞത് കമ്പനി സ്റ്റാഫിന് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഡയറക്റ്റ് മെയിലാണ്. ഇത് പുറത്തേക്കുള്ള പബ്ലിക്കിനാണ്. കീപ്പിംഗ് റെഡി എ മെയിലിംഗ് ലിസ്റ്റ് ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പബ്ലിക് ഫിഗേഴ്സ് വിൽ ഡു എ ലോട്ട് ഓഫ് ഗുഡ് ഫോർ ദി PR ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദി ഓർഗനൈസേഷൻ. Literature can be directly mailed by post or email to this select group of important public. ചില ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിനെ കണ്ടെത്തി അവരുടെ മെയിൽ ID ശേഖരിച്ച് അതിലേക്ക് കമ്പനിയുടെ പ്രോഡക്ട്സിനെ കുറിച്ച്, കമ്പനി നടപ്പിലാക്കാൻ പോകുന്ന പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള മെയിലിങ്ങിലൂടെ അവർക്ക് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കുക. മീറ്റിംഗ്സ് എല്ലാ സ്ഥാപനങ്ങളും നടത്തുന്നതാണ്. കാരണം മീറ്റിംഗ് ആണ് ഒരു കമ്പനിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന വിഷയം. എല്ലാവർക്കും തുറന്ന് സംസാരിക്കാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടുമ്പോഴാണ് നല്ല രീതിയിൽ ഒരു കോർഡിനേഷൻ നടന്നു പോകുന്നു. എ മീറ്റിംഗ് ഈസ് ദ കമ്മിങ് ടുഗെദർ ഓഫ് 2 or more persons. ഇറ്റ് കുഡ് ബി ജസ്റ്റ് എ മീറ്റിംഗ് ഓഫ് 2 department heads, എ സ്മോൾ ഗ്രൂപ്പ് മീറ്റിംഗ്, കമ്മിറ്റി മീറ്റിംഗ് ടു എ ലാർജ് മീറ്റിംഗ് ടു റിസോൾവ് കോൺഫ്ലിക്ട്സ്. ബ്രീഫ് എംപ്ലോയീസ്, സോൾവ് പ്രോബ്ലംസ്, ഒബ്റ്റെയിൻ റിയാക്ഷൻ ടു എ ന്യൂ സ്കീം എക്സെട്ര. ഇത്തരം മീറ്റിങ്ങുകളിലൂടെ നിലനിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റ്, ആശയവൈരുദ്ധ്യങ്ങൾ ആരെങ്കിലുമൊക്കെ തമ്മിലുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനുള്ളൊരു വേദി, എംപ്ലോയീസിന് എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ, അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, അല്ലെങ്കിൽ കമ്പനി ആരംഭിക്കുന്ന പുതിയതായിട്ടുള്ള ഏതെങ്കിലും ഒരു പോളിസിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തി മുന്നേറാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയെടുക്കലാണ് മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്പീച്ചസ്, കമ്പനിയുടെ മുതിർന്ന ആളുകൾ വന്ന് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഫോർമൽ സ്പീച്ചസ് ആർ ദി ക്വിക്കസ്റ്റ് വേ ഓഫ് കൺവേയിങ് ഇൻഫർമേഷൻ. പ്രിപ്പറേഷൻ ഓഫ് സ്പീച്ചസ് ആൻഡ് സംടൈംസ് ഡെലിവറിങ് ദ സ്പീച്ച് ആർ ജോബ് ഓഫ് ദി പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത്തരത്തിലുള്ള സ്പീച്ച് തയ്യാറാക്കുന്നതും ഇത്തരത്തിലുള്ള സ്പീച്ചിന് വേണ്ടി ചിലപ്പോൾ സംസാരിക്കേണ്ടി വരുന്നത് പോലും PR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഉത്തരവാദിത്വമാണ്. ഇനി ഇൻ്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് PRന് വേണ്ടി. ഇൻ്റർനെറ്റ് ആസ് എ PR ടൂൾ. ഇൻ്റർനെറ്റ് ഈസ് എ വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇറ്റ് പ്രൊവൈഡ് സീംലെസ് ആക്സസ് ടു ഇൻഫർമേഷൻ irrespective of one's status or nationality. It is the fast emerging as the catalyst for technologies to converge and is molding the way business is conducted today. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ചെയിനാണ്, ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചെയിൻ. അതിലൂടെ ഇൻഫർമേഷൻസിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നടക്കുന്നു എന്നുള്ളതാണ് ഇൻ്റർനെറ്റ് തരുന്ന ഏറ്റവും വലിയ ഫെസിലിറ്റി. ഇന്നത് ലോകം മുഴുവൻ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിന്ന് ഏറ്റവും വേഗത്തിൽ വാർത്താവിനിമയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. കമ്പനീസ് യൂസ് ഇൻ്റർനെറ്റ് ടു കണ്ടക്ട് their daily business, communicate with and they provide support to their customers and look for valuable information to gain a competitive advantage. This medium provide PR practitioners a many-faceted form of worldwide communication, primarily involving message exchange by email, information delivery and persuasion by its worldwide websites. The use of internet in PR are as follows. ഇൻ്റർനെറ്റ് ഇന്ന് വളരെ വലിയൊരു PR ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. കാരണം
വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ലിങ്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ലോകത്തോട് മുഴുവനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ്. നിങ്ങളൊരു ബുക്ക്ലെറ്റ് ഇറക്കിയാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കേ കിട്ടുള്ളൂ. നിങ്ങളൊരു ബ്രോഷർ ഇറക്കിയാൽ അതാ വളരെ ചുരുക്കം ആൾക്കാർ ആരൊക്കെയാണോ അത് മേടിക്കുന്നത് അവർക്ക് മാത്രമേ അത് കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. അതേസമയം ഇൻ്റർനെറ്റിലൂടെ നിങ്ങളൊരു വെബ്സൈറ്റ് തുടങ്ങി ആ വെബ്സൈറ്റിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അത് ഈ ലോകം മുഴുവനുള്ള പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ വേദിയാണ്. വേൾഡ് വൈഡ് വെബ്സൈറ്റ്സ് പ്രൊവൈഡ് എ ഫോറം ഫോർ ഓർഗനൈസേഷൻസ് ടു ടെൽ ഇൻ്റർനെറ്റ് യൂസേഴ്സ് what they do, publicize project and advocate policies. നമ്മൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറയാൻ, നമ്മളുടെ പ്രൊജക്റ്റുകളെ ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ, ഒപ്പം ഇൻ്റർനെറ്റിലൂടെ അവരെന്താണ് ചെയ്യുന്നതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് ഈ വേൾഡ് വൈഡ് വെബ്സൈറ്റുകളിലൂടെ കമ്പനികൾ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ, എല്ലാ കമ്പനികളും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കും. ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ ഏതെങ്കിലും ഒരു മീഡിയയിൽ അവർ ആക്റ്റീവായിട്ട് നിലനിൽക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ സൊസൈറ്റിയോട് പറയാനുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് കൂടുതൽ ആൾക്കാരിലേക്ക് നെറ്റ്വർക്കിംഗ് വഴി കണക്ട് ചെയ്ത് പോകാനും വേണ്ടി. സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഈസ് എ ഗ്രേറ്റ് പബ്ലിക് റിലേഷൻ resource. It needs to be taken advantage of and not overlooked. You can build awareness of your business and the confidence in your customers. These networks enable a PR team to build a personal relationship with target audience and also to learn the requirements of customers. കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം മനസ്സിലാക്കി PR ടീമിന് വേണ്ട മാറ്റങ്ങൾ കമ്പനിയിൽ കൊണ്ടുവരുന്നതിന് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ അവരെ കൂടുതൽ മനസ്സിലാക്കാനും അവരിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇത് വളരെയധികം ഉപകാരപ്രദമായിട്ട് തീരും. ഹൗസ് ജേണൽസ്. The primary objective of a house journal is to create a forum for exchange of views and vision on various issues concerning an organization and its employees. A house journal, if carefully produced, serves as an important link between a management and its various employees. ഹൗസ് ജേണൽസ് എപ്പോഴും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. കാരണം അതിൻ്റെ എംപ്ലോയീസിനും മാനേജ്മെൻറ്റിനും ഇടയിൽ ഒരു കണക്റ്റിംഗ് ലിങ്കായിട്ട് നിൽക്കാനും പ്രശ്നങ്ങളെ ഓർഗനൈസേഷൻ്റെ പുറത്തേക്ക് കടക്കാതെ അതിനുള്ളിൽ തന്നെ അവസാനിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഹൗസ് ജേണൽസ്. വിത്ത് കോർപ്പറേഷൻസ് ബിക്കമിങ് large multi-dimensional and multi-locational, a house journal reaches employees belonging to different disciplines, cadres and interest, thus bridging the gap and creating a fellow feeling among them. അതാണ് ഒരു ഹൗസ് ജേണൽ നമ്മൾ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എംപ്ലോയിയും ഓർഗനൈസേഷനും തമ്മിലുള്ള അകൽച്ചയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിനെ ഇല്ലാതാക്കാനും അതുവഴി കമ്പനി നമ്മളോടൊപ്പമാണ് യാത്ര ചെയ്യുന്നതെന്ന് കമ്പനിയുടെ സ്റ്റാഫിനെ തോന്നിപ്പിക്കും വിധം ഒരു ഫെല്ലോ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനും ഇത് ഒരുപാട് സഹായകരമായി തീരാറുണ്ട്. ഫോർമാറ്റ് ഓഫ് ഹൗസ് ജേണൽസ് ഡിഫർ ഡിപ്പെൻഡിങ് ഓൺ മാനേജ്മെൻറ്റ് ഫിലോസഫി ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. Some may have a newspaper format and be just functional, while some others could have a booklet form with varying degrees of lavishness. അത് ഇവിടെ പറയുന്നത് ഹൗസ് ജേണൽസ് രണ്ട് രീതിയിൽ ഇറക്കാം. ഒന്ന് വളരെ ലിമിറ്റഡ് ആക്കി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമായിട്ട് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഒരെണ്ണം വേണമെങ്കിൽ ചെയ്യാം. അതേസമയം ചില കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ വലിയ രീതിയിൽ അപ്രിസിയേഷൻ കിട്ടാനും ഒപ്പം തന്നെ വലിയൊരു സൊസൈറ്റിയുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യാനുള്ളതായി, ചിലപ്പോൾ മൾട്ടിനാഷണൽ ആയതുകൊണ്ട് തന്നെ പല ഇൻട്രസ്റ്റ്, പല ടേസ്റ്റ്, പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും വായിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ അക്സെപ്റ്റബിൾ ആവുന്ന ഒരു രീതിയിൽ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അവരുടെ ഒരു ലാവിഷ്നെസ് അതിനകത്ത്
വളരെയധികം എടുത്തു കാണിക്കപ്പെടും. The public relations persons in an organization ideally would be the editor of the house journals. Before publishing the journal, decision about its editorial policies and objectives must be approved from the management. If a journal is to meet its communication objective, it must be attractive enough to grasp the attention and must be of the interest to those who read it. ഒരു കമ്പനിയുടെ ഹൗസ് ജേണലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഈ PR ടീം തന്നെയായിരിക്കും. പക്ഷേ അവരതിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുത്തുന്നതിന് മുൻപേ തന്നെ അവരൊരു കാര്യം തീരുമാനിക്കും, എന്തൊക്കെയാണ് ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത്, എന്തൊക്കെ ഡിസിഷൻസാണ് ഇതിനകത്ത് വരേണ്ടത് എന്നുള്ളത് മാനേജ്മെൻറ്റിൽ നിന്നും അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും അവരത് വർക്കൗട്ട് ചെയ്ത് തുടങ്ങും. അതുപോലെ തന്നെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലൂടെ ജനങ്ങളുടെ അറ്റൻഷൻ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ അറ്റൻഷൻ ഇതിലേക്ക് പിടിച്ചു പറ്റാനും അവർക്ക് ഇതിലൂടെ താല്പര്യം ക്രിയേറ്റ് ചെയ്യാനും പറ്റണം. അവരിത് വായിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ ഡിപ്പാർട്ട്മെൻറ്റ്, എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് മോശമാണെന്നും അതിൻ്റെ PR ടീമിന് കൃത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതുമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ഇവർ ചർച്ച ചെയ്ത് ഇവരിലൂടെ ഈ ഹൗസ് ജേണലിലൂടെ എംപ്ലോയീസിലേക്ക് എത്തിക്കാൻ ഇവർക്ക് പറ്റണം. എ concerted effort in planning, organization and publishing and distribution is a must to bring out a successful house journal. 4 കാറ്റഗറിയാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ പ്ലാനിങ് വേണം, ഓർഗനൈസിങ് വേണം, പബ്ലിഷ് ചെയ്യണം, അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. വളരെ ലൈറ്റായിട്ടുള്ള 4 രീതികൾ. ആദ്യം പ്ലാൻ ചെയ്യുന്നു, അതിനുശേഷം ആ പ്ലാനിങ് എന്തൊക്കെയാണോ അത് വർക്കൗട്ട് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുക. അപ്പോൾ ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണോ പബ്ലിഷ് ചെയ്തത് അവരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലാനിങ്. The first task is to develop a concept that best serves the company. Get approval from the management on the format and periodicity of the publication. 2 കാര്യങ്ങളിൽ മാനേജ്മെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയാൽ പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്ക് നടപ്പിലാക്കാം. ഒരു കമ്പനി എന്താണോ ചെയ്യാൻ പോകുന്നത് അതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിൽ അപ്രൂവൽ കിട്ടേണ്ടത് എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ മാനേജ്മെൻറ്റിൽ നിന്ന് അപ്രൂവൽ കിട്ടണം. രണ്ടാമത്തേത് എത്ര ഗ്യാപ്പിലാണ് ഓരോ പ്രസിദ്ധീകരണം ഇറങ്ങേണ്ടത്, ആഴ്ചയിൽ ഇറക്കണോ, മാസത്തിൽ ഇറക്കണോ, കാരണം ഇതൊക്കെ ഫണ്ടിനെ ബേസ് ചെയ്തിട്ട് നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. ഇനി ഓർഗനൈസിങ്. Once the PR professional has taken the approval of the management, he or she will have to organize staff to get going with the job. The more frequent numbers of issues, the greater will be need for more staff. A detailed schedule for collection, writing of stories, production, printing, mailing, etc. is to be worked out and adhered to strictly. ഈ ഒരു ഘട്ടത്തിൽ, ഓർഗനൈസിങ് എന്ന് പറയുന്ന ഘട്ടത്തിൽ എത്ര സ്റ്റാഫ് ഇതിലേക്ക് വേണം, ഏതൊക്കെ സ്റ്റാഫ് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ മെമ്പേഴ്സിനാണ് ഏതൊക്കെ ഏരിയകളാണ് കൊടുക്കേണ്ടത്, കളക്ഷനാണോ, റൈറ്റിങ്സ് ആണോ, എഡിറ്റിംഗ് ആണോ, പബ്ലിഷിംഗ് ആണോ, എന്തിലാണോ അവരെ ഏൽപ്പിക്കേണ്ടത് ആ ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ ഏൽപ്പിക്കുകയും അതിനനുസരിച്ച് വർക്ക് അവർക്ക് കൃത്യമായിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഓർഗനൈസിങ്ങിൽ. ദെൻ പബ്ലിഷിംഗ്. PR practitioners must inculcate the habit of planning several issues ahead in addition to the one being worked on at the time, as the journal reflect the style of the editor. He or she must strive to develop a personality for the house journal. ഹൗസ് ജേണൽ പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു വർക്കൗട്ട് കഴിഞ്ഞ് ആസ് ടൈം തന്നെ നമ്മൾ എപ്പോഴാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ പ്ലാനിങ് ടൈമിനുള്ളിൽ തന്നെ പബ്ലിഷ് ചെയ്ത് ജേണലാക്കി മാറ്റുക. ഈ ജേണലിലൂടെ ഒരു സ്റ്റൈല് കൊണ്ടുവരാൻ, അതുപോലെ തന്നെ ഒരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അതിൻ്റെ PR ടീമിന്, എഡിറ്റിംഗ് ടീമിന് കഴിയണം. കാരണം ഇത് കമ്പനിയുടെ മൊത്തം മുഖമാണ് കാണിക്കുന്നത്. ഈ ഹൗസ് ജേണൽ മോശമായാൽ അത് കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്. 4th one, distribution. The purpose of a house journal
is not served till it reaches the target audience. PR professional must select the quickest and most economical means possible to get the journal into the hands of the reader. Some companies distribute the journal to the employees' homes to ensure that it reaches the family members as well. അപ്പോൾ ഒരു പബ്ലിഷിങ്ങിൻ്റെ കൂടെ ഹൗസ് ജേണൽ പബ്ലിഷിങ് എന്ന് പറയുന്ന പോയിന്റിൽ അവസാനിക്കുന്നില്ല. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് വായനക്കാരനിലേക്ക് എത്തി വായനക്കാരനത് വായിച്ചാൽ മാത്രമേ അതിൻ്റെ ഔട്ട്കം കമ്പനിക്ക് തിരിച്ചു കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ ചില കമ്പനികൾ അവരുടെ ഹൗസ് ജേണൽസ് നേരിട്ട് വീട്ടിലെത്തിച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? വീട്ടിലുള്ളവരും കമ്പനിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും മനസ്സിലാക്കാനും സാധിക്കട്ടെ എന്ന് കരുതിയിട്ട്. ഇൻ ഓർഡർ ടു ഗെറ്റ് ഫീഡ്ബാക്ക്, ഇറ്റ് വിൽ ബി അപ്രോപ്രിയേറ്റ് ടു ഇൻക്ലൂഡ് എ ക്വസ്റ്റ്യനെയർ ടു elicit views about the article which are liked most or disliked by the employees and the reason for that. This will help in improving the content. Electronic distribution and feedback are also to be managed by the PR team. ഈ ഹൗസ് ജേണൽസിൻ്റെ കൂടെ തന്നെ ഒരു എന്താ പറയുക ഫീഡ്ബാക്ക് ഫോം കൂടി ക്രിയേറ്റ് ചെയ്താൽ അത് വളരെ എഫിഷ്യൻ്റായിട്ട് മാറും. കാരണം ഫീഡ്ബാക്കിലൂടെ വായനക്കാരന് പറയാനായിട്ട് പറ്റും എവിടെയാണ് കുറവ്, എന്താണ് കുറവ്, ആ കുറവിൽ എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ കൂടുതൽ നന്നാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രേക്ഷകനിൽ നിന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ കൂടുതൽ നല്ല ഹൗസ് ജേണൽസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആർക്ക് പറ്റുള്ളൂ? PR ടീമിന് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് എ PRO, പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Public relation is all about strengthening a mutual beneficial relationship between an organization and its public. Public relation is maintaining a healthy and positive image of the institution directly or indirectly through various modes of media with a target audience. What are the qualities needed to excel in PR? PR എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് പല ആവർത്തി. ഒരു കമ്പനിയും അതിൻ്റെ ഇൻറ്റേർണൽ പബ്ലിക്കുമായിട്ട് നിലനിൽക്കേണ്ട ഊഷ്മളമായ ബന്ധത്തെ അല്ലെങ്കിൽ അവരെ കോർഡിനേറ്റ് ചെയ്ത് ഒപ്പം കൊണ്ടുപോകുന്നതിനുള്ള ശ്രമമാണ് PR ടീം നടത്തുന്നത്. ഒരു നല്ല PRന് വേണ്ട ചില ഗുണഗണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. എ കരിയർ ഇൻ PR ടേക്സ് മോർ ദാൻ എ ഗുഡ് ഡിഗ്രി. ടു ബി സക്സസ്ഫുൾ യു നീഡ് ടു ബി ആൻ ഓൾറൗണ്ടർ with skills in everything from research, communication, writing and creativity. Social media has changed PR industry tremendously. Years back, PR managers emailed hundreds of press releases, clipped newspaper reports and made a lot of phone calls. Now, one wrong tweet from your client can cause your company to lose millions in share in a few minutes. പണ്ട് കാലത്ത് ഒരു PR ടീമിനെ നിയോഗിച്ച് ആ ടീം കുത്തിയിരുന്ന് ആയിരക്കണക്കിന് ആൾക്കാർക്ക് മെയിലുകൾ അയക്കണം, ആയിരക്കണക്കിന് ആൾക്കാർ വിളിച്ച് പറയണം, ഒരുപാട് പേപ്പറുകളിൽ വരുന്ന കട്ടിങ്സ് ക്ലിപ്പിങ്സ് ഒക്കെ സൂക്ഷിച്ച് ശേഖരിച്ചു വെക്കണം. അപ്പം അന്നത്തെ PR വർക്ക് എന്ന് പറയുന്നത് ഒരു 100 വർഷം മുൻപ് വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. ഹൺഡ്രഡ്സ് ഓഫ് ഇമെയിലല്ല, മെയിലിംഗ് ആണ്. മെയിൽ എന്ന് വെച്ചാൽ ലെറ്റർ ഇതാണ്, ട്രാൻസാക്ഷനാണ്, കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഒരു ലെറ്റർ എഴുതി ഉണ്ടാക്കി അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കും, അല്ലെങ്കിൽ വീണ്ടും അടുത്ത മാനുസ്ക്രിപ്റ്റ് എഴുതി അല്ലെങ്കിൽ അതൊരു ഫോർമാറ്റ് ഉണ്ടാക്കി അത് പ്രിൻ്റ് ചെയ്ത് അതെല്ലാ ആളുകളെയും തപ്പിയെടുത്ത് മനോരമ, മാതൃഭൂമി, TV ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റ്, സൂര്യ, ഇങ്ങനെ ഓരോരുത്തർ തപ്പി കണ്ടുപിടിച്ച് അവർക്കൊക്കെ അയക്കായിരിക്കണം. ഇന്ന് പക്ഷേ ഒരൊറ്റ ട്വീറ്റ് മതി ചിലപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ മൊത്തം ഫെയിലിയറിനത് കാരണമായി തീരും. Information travel at the speed of light and a piece of negative publicity can be shared halfway across the world. Hence, PR managers need more than gold phone skills to succeed at your job. The important quality for a good PR manager in the digital age are listed below.
നല്ലൊരു PR മാനേജർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരൊറ്റ നെഗറ്റീവ് പബ്ലിസിറ്റി മതി, അത് വളരെ വേഗത്തിൽ പടർന്നു പന്തലിച്ച് നമ്മളുടെ എൻറ്റയർ കമ്പനിയെ തന്നെ ഇല്ലാതാക്കാൻ, ശിഥിലമാക്കാനായിട്ടത് കാരണമായി തീരും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ PR ക്യാമ്പയിൻ നടത്തുന്ന അല്ലെങ്കിൽ PR വർക്ക് ഏറ്റെടുത്ത് നടത്തുന്ന PR മാനേജർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, അവയർനെസ്. A good PRO keeps a watchful eye on what's happening in the client's industries. They also keep up to date about current events and trends that can impact the industries they work with. Because so much happens on social media every few minutes, contents needed to be monitored in real time. In a world where it takes literally seconds for disaster to spread, it pays to be the first to know and the first to react. ഒരു PROയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് അവയർനെസ് ആണ്. തൻ്റെ കമ്പനിയിൽ, തൻ്റെ ക്ലയൻറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് ഏറ്റവും ആദ്യം അറിയേണ്ട ആളും ഏറ്റവും ആദ്യം റിയാക്ട് ചെയ്യേണ്ട ആളും PRO ആയിരിക്കണം. കാരണം സപ്പോസ് ഏതെങ്കിലും ഒരു പദ്ധതിയോ പ്ലാനോ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടുവരികയാണെങ്കിൽ അത് കാട്ടുതീ പോലെ പടരും. അതിനെ പിന്നെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റിയെന്ന് വരില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ആരുണർന്ന് പ്രവർത്തിക്കണം? PRO ആദ്യമേ തന്നെ ഈ പ്രശ്നം അനലൈസ് ചെയ്യുകയും അദ്ദേഹത്തിൽ തന്നെ ആ പ്രശ്നത്തെ ഒതുക്കി നിർത്തുകയുമാണ്. എന്നിൽ നിന്ന് രണ്ടാമതൊരാളിലേക്ക് അത് കവർ ചെയ്ത് പോകാൻ പാടില്ല. അതാണ് എൻ്റെ സ്കില്ലെന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ ഈ അവയർനെസ് ഉപയോഗിക്കേണ്ടത്. എനിക്കുള്ള അറിവിനെ ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടത് ഇവിടെയാണ്. ഞാൻ ആദ്യം വിഷയം അറിഞ്ഞ വഴിക്ക് തന്നെ ഇത് പടരാതിരിക്കാനും സ്പ്രെഡ് ആവാതിരിക്കാനുള്ള വഴികൾ ഞാൻ തന്നെ കണ്ടെത്തുകയാണ്. അതാണ് ഒരു PROയ്ക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി. Second one, research skill. A PR person needs to be good researcher in order to communicate accurately and authoritatively on a subject. They need to provide updated information to key stakeholders. തൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ, സ്റ്റേക്ക് ഹോൾഡർ എന്ന് വെച്ചാൽ ആരാ? കമ്പനിയിൽ താല്പര്യമുള്ള എല്ലാവരും സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഷെയർ ഉള്ളവരാവാം, കമ്പനി ഓണേഴ്സ് ആവാം, കമ്പനി ലേബേഴ്സ് ആവാം, എല്ലാവരും സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ, ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒതൻറ്റിക്കായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ PR ആദ്യം ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് അയാൾ ഒരു റിസർച്ച് നടത്തണം. ആ റിസർച്ച് അയാൾക്ക് നടത്താനുള്ള സാഹചര്യമാണ് ഇവിടെ റിസർച്ച് സ്കില്ലിലൂടെ ഒരുക്കി കൊടുക്കുന്നത്. ക്വിക്ക് ആൻഡ് എജിൽ. എ ഗ്രേറ്റ് PR മാനേജർ must execute a campaign flawlessly but be ready to change that strategy 180 degrees at the drop of a hat. Being quick and agile is one of the most important qualities. PR manager is calm under pressure and can focus on the task at hand. ക്വിക്ക് ആയിരിക്കണം, എജിലായിരിക്കണം. എജിൽ മീൻസ് നമ്മൾ എപ്പോഴും വളരെ ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായിരിക്കണം. എന്തിനീ ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്? PR വർക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 180 ഡിഗ്രി എന്നാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്. 180 ഡിഗ്രിയിലും തിരിഞ്ഞ് കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ, മനസ്സിലാക്കാൻ PR വർക്കർക്ക് കഴിയണം. കാരണം ഏത് സൈഡിൽ നിന്നാണ് കമ്പനിക്ക് ഒരു ഡീഫോൾട്ട് കടന്നു വരിക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആംഗിളിൽ നിന്നായിരിക്കും കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു വാർത്ത പടർന്നു പിടിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ കോണിലൂടെയും സൂക്ഷ്മമായിട്ട് ഇത് വീക്ഷിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കമ്പനിക്ക് മോശം പേരുണ്ടാവാനായിട്ടത് കാരണമാവും. ദെൻ ക്രിയേറ്റിവിറ്റി. Apart from skills in writing, research and communication, a PRO needs to be out of the box thinkers. PR profession constantly calls for
fresh ideas and lateral thinking. Having a creative approach can be a crucial skill to succeed in the profession. നമുക്ക് നമ്മളുടെ ഈ പ്രൊഫഷനിൽ നിലനിന്ന് പോകണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളായിരിക്കണം. എന്തിനാ ഈ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുന്നത്? കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പുതിയ 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 കാര്യങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ പുതിയത് കിട്ടാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലാതെ വന്നാൽ, അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് ഇവിടെ സാധ്യത ഇല്ലാതിരുന്നാൽ അത് PROൻ്റെ മിസ്റ്റേക്കാണ്. പുതിയ ആശയങ്ങളെ കണ്ടെത്തി അത് പുത്തൻ രീതിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് PR. അല്ലാതെ എപ്പോഴും ഒരേ ഐഡിയ തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോയി, അടുത്ത പ്രാവശ്യം അതങ്ങനെ തന്നെ ചെയ്താൽ മതി, അതിൻ്റെ അടുത്ത പ്രാവശ്യം അതങ്ങനെ തന്നെ ചെയ്താൽ മതി. ഒരു മാറ്റമില്ലാതെ ഒരു സൈക്കിൾ പോലെ ഇതിങ്ങനെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം PRൻ്റെ ഉള്ളതാണ്. PR ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ നിർബന്ധമായിട്ടും ക്രിയേറ്റിവിറ്റി ഉള്ള ആളായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിർബന്ധമാണല്ലോ. ഇൻ PR കരിയർ you will have to be a good communicator. You will not only need to be confident speaker but an excellent listener too. You will be expected to write engaging content for client. നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ മാത്രം കഴിഞ്ഞാൽ പോരാ, നിങ്ങൾ നല്ലൊരു ലിസണർ കൂടി ആവണം. എന്തിനു വേണ്ടിയിട്ടാണ്? ചിലപ്പോൾ നിങ്ങളുടെ ക്ലയൻറ്റ് നിങ്ങളോട് പറയുന്ന കാര്യം കേട്ട് അതിൽ നിന്ന് ആവശ്യമുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തി അതിനെ ചുരുക്കി എഴുതി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ആയിരിക്കും. ആ സമയത്ത് അല്ല സാറിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടില്ലായിരുന്നു, ഞാൻ പറയാനുള്ളത് തയ്യാറായിക്കൊണ്ടിരിക്കുക, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുകയും വേണം, നിങ്ങൾ നന്നായിട്ട് കേൾക്കുകയും വേണം. കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ഒരു സംക്ഷിപ്ത രൂപമാക്കി മാറ്റാനും നിങ്ങൾക്ക് പറ്റണം. മൾട്ടി ടാസ്കിങ് നമ്മൾ ഫോണിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നൊരു കാര്യമാണ്, നമ്മളേറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യമാണ്. TV കാണുന്നു, TV കാണുന്നതിനോടൊപ്പം മാഗസിൻ വായിക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. എത്ര നല്ല ആചാരങ്ങൾ! മൾട്ടി ടാസ്കിങ് ആണ്. ഒറ്റ ടൈം 3 കാര്യങ്ങൾ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകും. PRും മൾട്ടി ടാസ്കിങ് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. ഇറ്റ് ഈസ് അനദർ പാരാമീറ്റർ ദാറ്റ് വൺ നീഡ്സ് ടു മാസ്റ്റർ. ദർ വിൽ ബി എ റേഞ്ച് ഓഫ് ജോബ്സ് സീക്കിംഗ് യുവർ ഇമ്മീഡിയറ്റ് ആക്ഷൻ. You need to prioritize and act accordingly. ഏത് കാര്യമാണോ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് നമ്മളതിനെ ക്രിയേറ്റ് ചെയ്ത് ഓരോന്നിനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കണം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അവിടെ നമ്മൾ ചിലപ്പോൾ മൾട്ടി ടാസ്ക് ചെയ്യേണ്ടി വരും. ഒരു സമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേൾക്കുകയും വേണം, ഒപ്പം തന്നെ ചിലപ്പോൾ എഴുതിക്കൊണ്ടിരിക്കേണ്ടിയും വരും. കേൾക്കുന്നത് വേറെ കാര്യമായിരിക്കും, എഴുതി കൊടുക്കുന്നത് വേറെ കാര്യമായിരിക്കും. രണ്ടും അറ്റേ ടൈം ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റിക്കഴിഞ്ഞാൽ യു ആർ എ ഗുഡ് PR. നിങ്ങൾക്ക് ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ യു വിൽ ബി എ മൾട്ടി ടാസ്കർ. പക്ഷെ PR എപ്പോഴും മൾട്ടി ടാസ്കർ ആയിരിക്കണം. കാരണം അയാൾക്ക് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് ചിലപ്പോൾ വരും. കമ്പ്യൂട്ടർ സ്കിൽ അതെന്തായാലും അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ഏതൊരു ജോലിക്കും കമ്പ്യൂട്ടർ സ്കില്ല് വേണം. Nowadays, without smart computer skills, it is impossible to run as an office of PR. Navigating through MS Word, Excel, PowerPoint, Output, Photoshop, Quark and other should be a cakewalk for a PR. ഒരു PRO സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല സോഫ്റ്റ്വെയറുകളും ഇന്നത്തെ പല പ്രവർത്തനങ്ങൾക്ക് ഏകീകരിപ്പിക്കാനും ക്രോഡീകരിച്ച് ഒപ്പം കൊണ്ടുപോകാനും അയാൾക്ക് കമ്പ്യൂട്ടർ സ്കില്ല് നിർബന്ധമാണ്. മീഡിയ മാനേജ്മെൻറ്റ്. One should be best at handling any form of media, TV, print, electronic, social, with utmost intelligence. നമ്മളുടെ ഏറ്റവും നല്ല സ്കില്ല് ഉപയോഗിച്ച് മീഡിയാസിനെ നമ്മുടെ കയ്യിലെടുക്കാനും അതിനെ എങ്ങനെ ഒപ്പം നിർത്താൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കണം. PRSI എന്താണ്? PRSI Public Relations Society of India is the professional body of public relation practitioners in the country. Established in 1958, it has 15 regional chapters with a membership of over 2,000. The society has individual, associate, corporate and student membership. PRSI എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻസ്
സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ചുരുക്കരൂപമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഘടന 1958 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. 2000ഓളം മെമ്പേഴ്സ് ഇപ്പം തന്നെയുള്ള ഒരു സംഘടനയാണ്. 15 റീജിയണൽ ഹെഡുകളിലായിട്ട്. ദെൻ ഇതിൽ ആർക്ക് വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം. ഒരു ഇൻഡിവിജ്വലിന് എടുക്കാം, ഒരു അസോസിയേറ്റ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് എടുക്കാം, സ്റ്റുഡൻസിനും മെമ്പർഷിപ്പ് എടുക്കാം. PRSI brings out a quarterly public journal public relation to promote the cause of this profession. The society is affiliated to the International Public Relation Association, IPRA. IPRA എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ പബ്ലിക് റിലേഷൻ സൊസൈറ്റിയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓരോ ക്വാർട്ടർലിയിലും ഓരോ ജേണൽസ് ഇവർ പുറത്തിറക്കും. എന്തിനു വേണ്ടി? ഈ പ്രൊഫഷൻ, പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന പ്രൊഫഷൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്താനായിട്ട്. From 1968, PRSI has been organizing annual conference in different part of the country. The different regional chapters including Cochin chapter in Kerala host the annual conference. To fulfill its aims and objectives, PRSI has created India Foundation for Public Relations Education and Research, IFPR, as a trust in New Delhi. ഓരോ വർഷവും ഈ PRSI ഓരോ മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യും. ആ മീറ്റിങ്ങിലൂടെ അവർ കൃത്യമായിട്ട് ആനുവൽ കോൺഫറൻസിലൂടെ അവരവരുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ, സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുകയും അതുപോലെ തന്നെ PRSI ഒരു ഇന്ത്യൻ ഫൗണ്ടേഷൻ ഫോർ പബ്ലിക് റിലേഷൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിന് രൂപം കൊടുത്തിട്ടുണ്ട്. ആ ട്രസ്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ എയിംസും ഒബ്ജക്റ്റീവ്സും നേടിയെടുക്കാൻ ഇവരെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ IPRAയുടെ പ്രവർത്തനവും IPRA എന്താണ്? ഇൻ്റർനാഷണൽ പബ്ലിക് റിലേഷൻ അസോസിയേഷൻ വാസ് സെറ്റപ്പ് ആസ് എ പാരാനാഷണൽ ഓർഗനൈസേഷൻ ഇൻ May 1955 ടു റൈസ് സ്റ്റാൻഡേർഡ് ഓഫ് പബ്ലിക് റിലേഷൻസ് പ്രാക്ടീസ് ഇൻ വാരിയസ് കൺട്രീസ് ആൻഡ് ടു ഇംപ്രൂവ് the professional quality and efficiency of public relation practitioners. Public relation practitionersൻ്റെ ക്വാളിറ്റിയും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് വർക്കും അവരുടെ ക്വാളിറ്റിയും എഫിഷ്യൻസിയും ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. IPRA എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. An early achievement of the organization was the adoption of a code of conduct for the purpose of establishing standard of professional ethics and conduct in the field of public relations for all members of the association worldwide. ലോകമാസകലമുള്ള പബ്ലിക് റിലേഷൻ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി അവരുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില ഗുണഗണങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നു. ദി IPRA കോഡ് ഓഫ് കണ്ടക്റ്റ് ഹാസ് സെർവ്ഡ് ആസ് എ ബേസിക് ഫോർ ഫോർമുലേഷൻ ഓഫ് എ നമ്പർ ഓഫ് കോഡ്സ് ഫോർ നാഷണൽ പബ്ലിക് റിലേഷൻ സൊസൈറ്റീസ്. അലോങ് വിത്ത് ദിസ് ആൻ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് എത്തിക്സ് was adopted by IPRA Council at a meeting in Athens held in 1965. ഈ കോഡ് ഓഫ് കണ്ടക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഓരോ രാജ്യത്തിന് വേണ്ടി നാഷണൽ പബ്ലിക് റിലേഷൻ സൊസൈറ്റികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൂടാതെ ഒരു കോഡ് ഓഫ് എത്തിക്സ് ക്രിയേറ്റ് ചെയ്ത് അത് IPRAയുടെ കൗൺസിലിലെ ഏതൻസിൽ വെച്ചവർ പാസ്സാക്കിയെടുത്തു. ബിക്കോസ് ഓഫ് ദിസ് ഫാക്ട് ദിസ് കോഡ് ഈസ് ഓപ്പൺ റെഫേർഡ് to the Code of Athens. This constitutes IPRA's moral charter, and its principles are inspired by the United Nations Declaration of Human Rights. UN-ന്റെ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ ബന്ധപ്പെടുത്തി നോക്കാവുന്ന ഒരു കോഡ് ഓഫ് എത്തിക്സ് ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയൊരു മെച്ചമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഏതൻസിൽ വെച്ച് നടന്ന മീറ്റിങ്ങിലാണ് ഇത് പാസ്സാക്കിയത്. അതുകൊണ്ട് തന്നെ കോഡ് ഓഫ് ഏതൻസ് എന്നും അറിയപ്പെടും. കോഡ് ഓഫ് എത്തിക്സ് ഇൻ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ചില എത്തിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻ ഏർലി ഡേയ്സ് ഇൻ ഇന്ത്യ there were people who masqueraded as public relation consultants but were in reality fixers and manipulators who indulged in unethical practice to get favorable decision for their clients
from the government and another authorities or to secure license for them. ആദ്യകാലത്തിലൊക്കെ ഈ പി ആർ വർക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്ര അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു രീതിയല്ല. ഒരു മാൽ പ്രാക്ടീസ് പോലെ, അൺഎത്തിക്കൽ പ്രാക്ടീസ് പോലെ ആളുകൾ സ്വന്തം കമ്പനിക്ക് വേണ്ടി കാര്യങ്ങൾ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തെടുത്ത് അതിലൂടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്ന ഒരു രീതിയായിരുന്നു കണ്ടിരുന്നത്. The first All India Conference of Public Relation Practitioners therefore found it necessary to formally adopt the International Code of Ethics to demarcate the genuine public relation practitioners from manipulators. This was an important step in development of professionalism in public relation in India. അപ്പോൾ ഇതിൽ മനമെടുത്ത ഒരു കൂട്ടം ആളുകൾ വിശ്വസിച്ചു നമ്മളുടെ പബ്ലിക് റിലേഷൻ ടീമിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ പബ്ലിക് റിലേഷൻ ജോലി ചെയ്യുന്നവർക്ക് ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടായിരിക്കണം, അവർ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കണം, അതിനുവേണ്ടി ഒരു പബ്ലിക് റിലേഷൻ ടീമിനെ, പ്രൊഫഷണൽ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ തീരുമാനിച്ചു. Having adopted these codes of conduct and ethics, Association of Public Relation Practitioners all over the world continuously monitor the activities for their members and deal with the case of infringement of these codes. In India too, one of the main function of the Public Relations Society is to ensure that standards are maintained, that the skilled and efficiency of the public relation practitioners in the country are raised through training, education and research program. അപ്പോൾ ഇന്ത്യയിലെ PRSIയുടെ ഉത്തരവാദിത്തം ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിൽ നടപ്പിലാക്കണം. ഇതൊരു മാൽ പ്രാക്ടീസായിട്ട്, അൺഎത്തിക്കൽ പ്രാക്ടീസായിട്ട് തുടർന്നുകൊണ്ട് പോവേണ്ട ഒന്നല്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിനൊരു മാറ്റം വരുത്താനായിട്ട് PRSI ശ്രമിക്കുകയും അതിനുവേണ്ടി നിരന്തരം ഈ രാജ്യത്തുടനീളം പ്രോഗ്രാമുകൾ നടത്തുകയും ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ, എഡ്യൂക്കേഷണൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിലൂടെ, റിസർച്ച് പ്രോഗ്രാമിലൂടെ PRSI IPR നിലവിൽ വരുത്തിയ കോഡ് ഓഫ് കണ്ടക്റ്റ് ഈ PR വർക്കിൽ കൊണ്ടുവരാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. To uphold the dignity and integrity of the profession, PR societies of various countries, including India, have agreed to adopt the International Code of Ethics for Public Relations. It is also known as Code of Athens. അപ്പോൾ ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ് ഇവിടെ കൊണ്ടുവരണം എന്നുള്ള താല്പര്യമുണ്ടായപ്പോൾ IPR ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കോഡ് ഓഫ് എത്തിക്സ് തന്നെ നമുക്കും ഉപയോഗപ്പെടുത്താമെന്ന് പല രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ തീരുമാനിക്കുകയും അതവർ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. It was first drafted and adopted at a meeting of International Public Relations Association in Athens in 1965. PR practitioners in India adopted this code at the first All India Public Relations Conference in New Delhi 1968. The following is the Code of Ethics for PR practitioners. അപ്പം ഇന്ത്യ 1968 എന്ത് തീരുമാനിച്ചു? ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന പബ്ലിക് റിലേഷൻ അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ വെച്ച് ഒരു തീരുമാനമെടുത്തു. കോഡ് ഓഫ് എയ്തൻസ് തന്നെ നമ്മളുടെയും കോഡായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. കാരണം അതൊരു വേൾഡ് വൈഡ് കോഡ് ഓഫ് എത്തിക്സ് ആണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും ഗുണകരമാകുമെന്നുള്ള തിരിച്ചറിവിലൂടെ അവരത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കോഡ് ഓഫ് എത്തിക്സ് എന്ന് നോക്കാം. ഈ കോഡ് ഓഫ് എത്തിക്സും അതുപോലെ തന്നെ PRSI അതിൻ്റെ പ്രവർത്തനവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യം 5 മാർക്കിന് വരാറുണ്ട്. ചിലപ്പോൾ ഈ കോഡ് ഓഫ് എത്തിക്സ് മാത്രം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ കോഡ് ഓഫ് എയ്തൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ, ടു റെസ്പെക്ട് ദ മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾ ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ലോകത്താകമാനം നിലനിൽക്കുന്ന ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശത്തെ ലംഘിക്കാതിരിക്കുക. ഒപ്പം തന്നെ ചില സാൻമാർഗികമായിട്ടുള്ള തത്വങ്ങളെ അനുസരിക്കാൻ തയ്യാറാവുക. ടു റെസ്പെക്ട് ദ മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ഓഫ് ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. സെക്കൻഡ് വൺ, ടു എസ്റ്റാബ്ലിഷ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ആൻഡ് ചാനൽസ് ബൈ ഫോസ്റ്ററിങ് ദ ഫ്രീ ഫ്ലോ ഓഫ് എസെൻഷ്യൽ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസും ചാനൽസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാം, എസ്റ്റാബ്ലിഷ് ചെയ്യണോണ്ട് ഒരു വിരോധമില്ല. പക്ഷേ അങ്ങനെ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പുതിയ ചാനലും പുതിയ കമ്മ്യൂണിക്കേഷൻ പാറ്റേണൊക്കെ
ഫ്ലോ ഓഫ് എസെൻഷ്യൽ ഇൻഫർമേഷൻ, ഫ്രീ ഫ്ലോ, സ്വതന്ത്രമായിട്ടുള്ള ഒഴുക്കിന്, എന്തിൻ്റെ ഒഴുക്കിന്? എസെൻഷ്യൽ ഇൻഫർമേഷൻ, ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ ഫ്രീ ഫ്ലോയ്ക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കാൻ പാടില്ല. പകരം ഫോസ്റ്റർ ചെയ്യണം. ഫോസ്റ്റർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? വളർത്തിക്കൊണ്ടുവരണം. കാരണം ഈ രാജ്യത്ത് ഇൻഫർമേഷൻ വിലയ്ക്ക് കൊടുക്കപ്പെടേണ്ടതല്ല, ഫ്രീ ആയിട്ട് കൊടുക്കപ്പെടേണ്ടതാണ്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന രീതിയിലായിരിക്കരുത് നിങ്ങളുടെ പുതിയ കമ്മ്യൂണിക്കേഷൻ രീതിയും പുതിയ കമ്മ്യൂണിക്കേഷൻ ചാനലുകളും. ടു പേ ഡ്യൂ റിഗാർഡ് ടു ആൻഡ് അപ്ഹോൾഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി. ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യൻ്റെ മഹത്വം എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ടുപോകുന്ന രീതിയിൽ അതിനെ പിടിച്ചു നിർത്താൻ, അതിന് വേണ്ടത്ര റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും. ഫോർത്ത് വൺ, ടു എൻകറേജ് ഡയലോഗ് ഇൻ ഇറ്റ്സ് ട്രൂ സെൻസ്. ഡയലോഗാണ്. ഡയലോഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, രണ്ട് പേരുണ്ടായിരിക്കണം. ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചത് മോണോലോഗാണ്. അപ്പോൾ ഒരു ഡയലോഗിനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കണം. അതായത് ഒരു PR വർക്കറും മറ്റൊരു PR വർക്കറും തമ്മിലോ, അല്ലെങ്കിൽ ഒരു കമ്പനിയും മറ്റൊരു കമ്പനിയും തമ്മിലോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഡയലോഗിനുള്ള വേദി ഉണ്ടാവണം. അല്ലാതെ ഒരു കമ്പനി തന്നെ എല്ലാവരെയും അടിച്ചമർത്തി അവർ മാത്രം സംസാരിക്കുന്ന ഒരു രീതി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഫിഫ്ത്ത് വൺ, ടു ക്യാരി ഔട്ട് PR ഡ്യൂട്ടീസ് വിത്ത് ഇൻറ്റഗ്രിറ്റി. നിങ്ങളുടെ PR ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനിയുടെ ബെനിഫിറ്റാണ്. പക്ഷേ ആ കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടി നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഇൻറ്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കണം. അവോയ്ഡ് സബോർഡിനേറ്റിംഗ് ട്രൂത്ത്. സത്യം മറച്ചു വയ്ക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. സത്യത്തിന് പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ അതിനെ അടിച്ചമർത്തുകയോ അതിനെ കവറപ്പ് ചെയ്ത് നിൽക്കാതിരിക്കുകയോ ചെയ്യുക. നിങ്ങളുടെ കമ്പനിയെക്കുറിച്ച്, കമ്പനിയുടെ നേട്ടത്തിന് വേണ്ടി നിങ്ങൾ എന്തും പറയുകയല്ല വേണ്ടത്. കമ്പനിയുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണെങ്കിലും സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ആയിരിക്കണം കമ്പനിക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. റിഫ്രൈൻ ഫ്രം സർക്കുലേറ്റിംഗ് ഇൻഫർമേഷൻ വിച്ച് ഈസ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ്. റിഫ്രൈൻ ഫ്രം സർക്കുലേറ്റിംഗ് ഇൻഫർമേഷൻ വിച്ച് ഈസ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ്. നിങ്ങൾ ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ സർക്കുലേറ്റ് ചെയ്ത് അതൊരു ഇൻഫർമേഷനാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുക. PR practitioners shall not take part in any ventures which are unethical and dishonest. സത്യത്തിന് നിരക്കാത്ത, ധാർമ്മികതയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലും PR പ്രൊഫഷണൽ പങ്കെടുക്കാതിരിക്കുക, സ്വയം ഒഴിഞ്ഞു മാറുക. അവോയ്ഡ് യൂസിങ് മെനി മാനിപ്പുലേറ്റീവ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഇൻ PR പ്രാക്ടീസ്. ഉണ്ടാക്കിയെടുക്കുന്ന ഉപജാപങ്ങളിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന സൽപ്പേര്, അല്ലെങ്കിൽ മറ്റ് മെത്തേഡുകളിലൂടെ, ചില ലോ ക്ലാസ് ടെക്നിക്സിലൂടെ നമ്മളുടെ കമ്പനിക്ക് വേണ്ടി ഒന്നും നേടിക്കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത്രയാണ് PR വർക്കർക്ക് ഉണ്ടായിരിക്കേണ്ട കോഡ്. അതുപോലെ തന്നെ PRSI, IPRAയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നുള്ളതും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടു. അതുപോലെ തന്നെ മറ്റൊന്ന് PROയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയെന്ന് കണ്ടു. അതുപോലെ ഇൻറ്റേർണൽ ടൂൾസ് ആയിട്ടുള്ള ഹൗസ് ജേണൽസ്, പ്രിൻറ്റഡ് ഡോക്യുമെൻറ്റ്സ്, ആനുവൽ റിപ്പോർട്ട്, മീറ്റിംഗ്സ്, ഡയറക്റ്റ് മെയിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. കാരണം കോഡ് ഓഫ് എത്തിക്സും അതുപോലെ തന്നെ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ മീഡിയയെക്കുറിച്ചും ചോദ്യം പലപ്പോഴും പരീക്ഷാ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് PR ക്യാമ്പയിൻ. എങ്ങനെയാണ് ഒരു PR ക്യാമ്പയിനിങ് നിങ്ങൾ നടത്തേണ്ടത്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിനി അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ PR ആക്ടിവിറ്റിയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ PR ആക്ടിവിറ്റീസും എങ്ങനെയാണ് നടക്കുന്നതെന്നും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യും. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.